മൻ സതറ അൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ ഒരാൾ മറച്ചുവെച്ചാൽ അല്ലാഹു അവന്റെ ന്യൂനതയും മറച്ചുവെക്കും. ഇവിടെ ആരുടെയെങ്കിലും ന്യൂനതകൾ മറച്ചുവെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നാളെ മഹ്ശറാവൻ സഭയിൽ കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ പലിശക്കാരായ ആളുകൾ വികൃതമായ രൂപത്തിലാണ് വരിക, വ്യഭിചാരികൾ മറ്റൊരു കോലത്തിലാണ് വരിക, കള്ള് കുടിച്ച ആളുകൾ വേറൊരു കോലത്തിലാണ്. ഓരോ ആളുകൾക്ക് ഓരോ കോലവുമാണ് അല്ലാഹു നൽകുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇവർ ഇന്നാലിന്ന് തെറ്റ് ചെയ്ത ആളുകളാണെന്ന്. എന്തൊരു മോശമായിരിക്കും. ചില ആളുകൾ വയറിൽ ഇങ്ങനെ പാമ്പുകൾ ഇഴയുന്നത് പോലെ വയറിൽ ഇഴഞ്ഞിട്ടാ വരിക. മുതലാളിമാര് പിശുക്കന്മാരാണ്, അവർക്ക് വലിയ കുമ്പയുണ്ടാവും. സൈതവ്വക്കൂൻ, എന്തൊക്കെയാണ് അവർ പിശുക്കി വെച്ചത് അതൊക്കെ ശരീരത്തിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ടവർ വരും. പിന്നെ വ്യഭിചാരികളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പെണ്ണിനിങ്ങനെ കൈ ഷെയ്ക്കാനൊക്കെ ചെയ്ത ആളാണ്. ഇന്ന് ഷോൾഡറിൽ തൊട്ടുരുമി ഇങ്ങനെ സെൽഫി എടുത്ത ആളാണ്, അല്ലെങ്കിൽ കൂടെ ബൈക്കിലൊക്കെ ഇരുന്ന് തൊട്ടുരുമി പോയ ആളാണ്. ഇവർക്ക് എങ്ങനെ വരിക? ഒരാൾ മറ്റൊരു സഹോദരിയുടെ അനുവാദമില്ലാത്ത അവിഹിതമായി അന്യസ്ത്രീയുടെ കൈ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ തൊടുകയോ അവരുമായി എന്തെങ്കിലും സ്പർശനങ്ങൾ ഉണ്ടായാൽ അവന്റെ രണ്ട് കരങ്ങൾ അല്ലാഹു കൂട്ടിക്കെട്ടി അവന്റെ കഴുത്തിൽ ഇങ്ങനെ കെട്ടും. ആമം വെച്ചതുപോലെ ഈ രൂപത്തിലാണ് വ്യഭിചാരികളായ ആളുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരിക. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കുഴപ്പമില്ല, ഇത് മറ്റേ കേസാണെന്ന് തിരിച്ചറിയും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ കുറവുകൾ അല്ലാഹു മറച്ചു വെക്കണമെങ്കിൽ മൻ സതറ അൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കണേ. ജീവിതത്തിൽ അങ്ങനെ പാപം വന്നുപോയി സ്കൂളിലൊക്കെ പഠിക്കും, ഇതൊന്നും ശ്രദ്ധിച്ചില്ല, കളിച്ചു ചിരിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. തൗബ ചെയ്യാതെ ഇതിനൊക്കെ അനുവദനീയമാണ്, ഇതിനൊന്നും തെറ്റില്ല. നിയമം അല്ലാഹുവിന്റേതാണ്, കാരണം ലോകം അല്ലാഹുവിന്റേതാണ്. നമ്മൾക്ക് നമ്മുടെ യുക്തിക്ക് തോന്നുന്നതല്ല നിയമങ്ങൾ. ഇതിലെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നുണ്ടാകും നമ്മൾ. പക്ഷേ നമ്മൾ അല്ലാഹുവിന്റെ നിയമം അംഗീകരിക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയേക്ക് അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. ഇല്ലെങ്കിൽ ഈ കോലത്തിൽ അവര്. അപ്പൊ നമ്മളിങ്ങനെ മറ്റൊരാളുടെ ന്യൂനതകൾ പരസ്യമാക്കാൻ വേണ്ടി ഉള്ളത് പരസ്യമാക്കാൻ ശ്രമിച്ചാൽ അപകടമാണ് നമ്മൾക്ക് വരാനുള്ളത്. നാളെ മഹ്ശറിൽ നമ്മുടെ നന്മകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇനി ഇല്ലാത്തതാണെങ്കിലോ അത് ഇതിനേക്കാളും വലിയ തെറ്റാണ്. ഇല്ലാത്തതാണെങ്കിൽ ഇതിനേക്കാളും വലിയ തെറ്റാണ്. സഹാബാക്കൾ ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ പറയുന്നത് ഗീബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. ഞങ്ങൾ പറയുന്നത് ആ പറയപ്പെടുന്ന വ്യക്തിയിൽ ഉണ്ടെങ്കിലോ നബിയേ, ഉണ്ടെങ്കിലാണ് നിങ്ങൾ പറയുന്നത്, ആ വ്യക്തിയിൽ ഉണ്ടെങ്കിലാണ് അത് ഗീബത്താകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഹദ്ദ് എടുക്കേണ്ടി വരും. നിങ്ങൾ അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളത് പോസ്റ്റ് ചെയ്താലാണ് ഗീബത്താകുന്നത്, ഇല്ലാത്തത് പറയുമ്പോൾ അത് ആരോപണമായി മാറുകയാണ്. ഒരു മുസ്ലിമത്തായ ആണിനെയോ പെണ്ണിനെയോ ഒരാൾ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അയാൾക്ക് 80ഓളം അടികൾ ഹദ്ദായി നൽകണമെന്ന് പരിശുദ്ധമായ മതം പറയുന്നത് വെറുതെയല്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ എല്ലാം ഹറാം തന്നെ. ഇർളുഹു, അവന്റെ അഭിമാനം ഹറാമാണ്. ഒരാളുടെ അഭിമാനത്തിൽ നമ്മൾ കൈയിട്ട് വരാൻ പാടില്ല, ഒരാളുടെ അഭിമാനത്തിൽ നമ്മൾ കൈയിടാൻ പാടില്ല. ദമുഹു, അവന്റെ രക്തം ഹറാമാണ്. നമ്മൾ കാരണം ഒരാളുടെയും ശരീരത്തിൽ നിന്ന് രക്തം വിറ്റ് വീഴാൻ പാടില്ല. വമാലുഹു, ഒരാളുടെ സമ്പത്തിലും കൈയിട്ട് വരാനും പാടില്ല. ഇതൊക്കെ ഉണ്ടായാൽ ആ വ്യക്തിയുടെ പൊരുത്തമില്ലാതെ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയേ ഇല്ല. അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കേണ്ട വഴി എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബ, നിങ്ങളിലേക്ക് ഒരു തെമ്മാടിയായ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളൊരു വാർത്തയായി വന്നാൽ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ. ഇന്ന് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ വാട്സപ്പ്, അല്ലേ? വാട്സപ്പിൽ വന്ന വല്ല വാർത്തയും വിശ്വസിക്കാൻ പറ്റുമോ? എത്ര വട്ടം നമ്മുടെ മാമുക്കോയ എത്ര വട്ടം മരിച്ചു തുടങ്ങിയത്? മാമുക്കോയ അന്തരിച്ചു, ആക്സിഡന്റിലാണ് മരിച്ചു പോയത്. മാമുക്കോയ ഷൂട്ടിങ്ങിലാണ്, അയാൾക്ക് ഫോൺ വരിക, അങ്ങനെ മരിച്ചോ? ഞാൻ മരിച്ചിട്ടില്ല, അങ്ങനെ പറയേണ്ട അവസ്ഥയാണ്. സലീംകുമാർ മരിച്ചു. അതേപോലെ പിന്നെ കുറെ ഉണ്ട് അങ്ങനെ വാർത്തകൾ. പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ രോഗശയ്യയിലായ അവസ്ഥയിൽ വെറുതെ ഇല്ലാത്ത വാർത്തകൾ, ഷെയ്ഖുന മരിച്ചു, ഷെയ്ഖുന വഫാത്തായി എന്നൊക്കെ ഫേക്ക് വാർത്തകൾ നമ്മൾ പുറത്തുവിടാം.
ഇതല്ലേ ഇതിൽ നമ്മുടെ വാട്സപ്പിന്റെ ഒക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഏതോ ഒരു ഇവിടെ കോഴിക്കോട് ജില്ല തന്നെയാണ്, കടലുണ്ടിയോ കൊയിലാണ്ടിയോ ഏതോ ഒരു ഭാഗത്ത് 4-5 ചെറുപ്പക്കാർ ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ള വാർത്ത ഏതോ പണ്ടത്തെ എപ്പോഴത്തെയോ ആക്സിഡന്റിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രചരിക്കാൻ തുടങ്ങി. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തുരുതുരാ ഫോൺ കോൾ വരാൻ തുടങ്ങി. നോക്കുമ്പോ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ അടുത്ത് ഗൾഫിലുള്ള ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് പോയതാണ്, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ചങ്ങാതിമാരൊക്കെ ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വാർത്ത വിട്ടു ഇയാൾ മരിച്ചു. തിരിച്ചു വരുമ്പോ വീട്ടിൽ നിന്ന് 90ഓളം കോളുകൾ. ഫോൺ എടുക്കാതിരിക്കുമ്പോ വീട്ടുകാരൻ വിചാരിച്ചു അയാൾ മരിച്ചു പോയിരുന്നു. വീട്ടുകാരൻ തിരിച്ചു വിളിച്ചു, ഉമ്മ നീനെ മരിച്ചത്, എന്റെ റൂഹാണ്. ഇതൊക്കെയാണ് വാർത്തകൾ. അതുകൊണ്ട് ഈ വാട്സപ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വാട്സപ്പിൽ കണ്ടതും കേട്ടതൊക്കെ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട, ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു വാർത്തയുമായി വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ കടന്നു വന്നാൽ നിങ്ങളത് സൂക്ഷ്മമായ പരിശോധന നടത്തണം. സത്യമാണോ അല്ലേ എന്ന്. സത്യമാണെങ്കിൽ മറ്റൊരാൾക്ക് വേദനയുള്ളതാണെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ പാടില്ല. നുണയാണെങ്കിൽ ഏതായാലും ഫോർവേഡ് ചെയ്യാൻ പാടില്ല. എന്തേ ഇങ്ങനെയൊക്കെ ചെയ്താനുള്ള കുഴപ്പമെന്താ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്ന മെസ്സേജ് കാരണം ഏതെങ്കിലും ഒരു കുടുംബത്തിന് വിഷമം വന്നേക്കാം. എത്ര കുടുംബമാണ് അങ്ങനെ വിഷമം അനുഭവിക്കുന്നത്? എത്ര പെൺകുട്ടികളാണ് അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്നത്? ഫോട്ടോകൾ മോർഫ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ പെൺകുട്ടികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ആളുകളുണ്ട്. എത്രയെത്ര ഫോട്ടോകളാണ്. ഈ ഫോട്ടോകൾ കണ്ടിട്ട് എത്രയെത്ര പെൺകുട്ടികളാണ് ഒരു തുണ്ട് കയറിൽ ജീവനൊടുക്കുന്നത്. സഹോദരിമാരെ ആലോചിക്കുക. നമ്മൾ കാരണം ഒരാളുടെ മരണത്തിന് കാരണമാവാൻ പാടില്ല. അറിയാതെ മറ്റൊരാളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മറ്റൊരു കുടുംബത്തിന് പാപഭാരം സഹിക്കാൻ പറ്റാതെ കുടുംബത്തിന് നാണക്കേടാകുന്ന ഒരു വാർത്ത നിങ്ങളായിട്ടുണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയാൽ അവർക്കൊരു വിഷമം സംഭവിക്കും, അവര് വിഷമം അനുഭവിക്കേണ്ടി വരും. പക്ഷേ താമസിയാതെ നിങ്ങൾക്കും അതിന്റെ അപകടങ്ങൾ വരാനുണ്ട്. നിങ്ങൾ ചെയ്ത തെറ്റ് കാരണം നിങ്ങളും അനുഭവിക്കേണ്ടി വരും. കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ പ്രചരിപ്പിച്ചു. പരിശുദ്ധമായ ഈ റമദാനല്ല, അതിന്റെ മുമ്പുള്ള റമദാനിൽ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് വർഗീയമായിട്ടുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് ജനങ്ങൾക്കിടയിൽ വാർത്തയുണ്ടാക്കി. പാവപ്പെട്ട ആളുകളുടെ വികാരങ്ങൾ ഉണർത്തി അവരെ വർഗീയതയിലേക്ക്, അവരെ തീവ്രവാദത്തിലേക്കും അവരെ നാട്ടിൽ കലാപമുണ്ടാക്കുന്ന ദയനീയ അവസ്ഥയിലേക്കൊക്കെ വലിച്ചിറക്കാൻ വേണ്ടി ഇല്ലാത്തൊരു ഫേക്ക് ന്യൂസ്. 2 ദിവസമാകുമ്പോഴേക്കും പോലീസ് അന്വേഷിച്ചതിന്റെ സോഴ്സ് ഏതാണ്. അവിടെ കലാപം നടന്നിട്ടില്ല, ഒരു ചെറുപ്പക്കാരൻ തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പിടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ ചെയ്തത് കാരണം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.